സ്വാഗതം. ടറാട്ട് ഒറാക്കിൾ ബൈ ഇന്ദിര എന്നുള്ള ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ. ഇന്നും അതുപോലെ 51 അക്ഷരദേവികളുടെ കാർഡ് തന്നെയാണ് എടുക്കുന്നത്. ഇന്ന് വന്നിരിക്കുന്നത് ഭൈരവി ദേവിയാണ്. ദേവിയുടെ സന്ദേശം എന്താ നോക്കിയാലോ. ദേവി എന്താ പറയുന്നത്? കഠിനാധ്വാനം ധനാകർഷണ മാർഗത്തിലേക്ക് നയിക്കുന്നു. ധനസമൃദ്ധി നിങ്ങളെ പരിപോഷിപ്പിക്കും. അപ്പോൾ ഇവിടെ ധനം കൊണ്ടുവരുന്നത് ഭൈരവി ദേവിയാണ്. നമുക്ക് ജീവിക്കാനായിട്ട് ധനം അത്യാവശ്യമായ കാര്യമാണ്. അപ്പോൾ ആ ധനം ആകർഷണ മാർഗത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ കഠിനാധ്വാനം ചെയ്യണം. നമ്മൾ അധ്വാനിക്കണം. വെറുതെ ഇരുന്നാൽ പണം വരില്ല. നമ്മൾ പണിയെടുക്കണം, അധ്വാനിക്കണം. കഠിനാധ്വാനം ചെയ്തിട്ട് നമ്മൾ ധനാകർഷണ മാർഗത്തിലേക്ക് നമ്മൾ നയിക്കുന്നു. എന്താ ഈ കഠിനാധ്വാനം? അങ്ങനെ ധനസമൃദ്ധി ഉണ്ടായി നമ്മളെ ആ ധനസമൃദ്ധി പരിപോഷിപ്പിക്കുന്നതാണ് ദേവി പറയുന്നത്. കഠിനാധ്വാനം ചെയ്ത് നമുക്ക് ധനസമൃദ്ധി വരുമ്പോൾ നമ്മൾക്ക് സന്തോഷവും സമാധാനവും എല്ലാം നമുക്ക് ഉണ്ടാകും. അതിന് നമുക്ക് ധനം അത്യാവശ്യമാണ്. ആ ധനം നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കുക കൂടി വേണം. നല്ല കാര്യങ്ങൾക്കും വേണ്ട കാര്യങ്ങൾക്കും ധനം വിനിയോഗിക്കും കൂടി ചെയ്യുമ്പോൾ ആ ധനം അഭിവൃദ്ധിപ്പെട്ടു വരും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. അപ്പോൾ ഭൈരവി ദേവി പറയണേ, കഠിന പ്രയത്നം ചെയ്ത് ധനാകർഷണ മാർഗത്തിലേക്ക് പോയി ആ ധനസമൃദ്ധി ഉണ്ടാക്കുമ്പോൾ ആ ധനസമൃദ്ധി നിങ്ങളെ പരിപോഷിപ്പിക്കും. അപ്പോൾ ഇതാണ് ഭൈരവി ദേവിയുടെ സന്ദേശം. ഇതെല്ലാവരും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് ദേവി പറയുന്നത്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്താൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്. താങ്ക്